சொன்னாங்க. ஒரு பீரியடில் எனக்கு புரியுது இவங்க தான் என்னுடைய லைஃப் பார்ட்னர்னு புரியுது. பட் என்ன ஒரு நெருடல்னா எனக்கு தோணுச்சு நான் தாலி கட்டிட்டேன் என் மனசில். அதுக்கப்புறம் தான் வந்து ஜாதக பிரகாரம் கோயிலில் வந்து மேரேஜ். ஆல்ரெடி மேரேஜ் நடந்த ஃபஸ்ட்டு எனக்கு கொடுக்காம குண்டாவு 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 அப்படி ஓனம். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആക്ടർ ബാല എന്താണ് ബാലയെക്കുറിച്ചിട്ടിപ്പോൾ ബാല മൂന്നാമത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മൊത്തം എയറിലാണല്ലേ. അപ്പോൾ ഇപ്പോഴാണ് അമൃത ആണ് ഏറ്റവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ എന്താ പറയുക, ബാല ഇപ്പോൾ എയറിലാണല്ലേ. ബാല ഇപ്പോൾ കോകിലെ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോൾ മൊത്തം എയറിലാണ്. ഇപ്പോൾ പല ന്യൂസുകളും പുറത്ത് വരുന്നുണ്ട്, പല ഇതും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാം അവസാനിച്ചു. കേരളത്തിലൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അമൃതയും അതുപോലെ തന്നെ എലിസബത്തിനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ നേരെ ചേക്കേറി തമിഴ്നാട്ടിലോട്ട് ചേക്കേറി. ഇപ്പോൾ അവിടെയുള്ളവരെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ച് അവിടെ നല്ലപിള്ള ചമയാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്താണ്, തമിഴ്നാട്ടിലുള്ളവരും ഇയാളുടെ പൊയ്മുഖം കാണണം, അറിയണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്താ ചോദിച്ചാൽ അത്രയ്ക്ക് മാത്രം ഒരു പെണ്ണിനെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രയധികം എന്താ പറയുക എലിസബത്തിനും അതുപോലെ തന്നെ അമൃതയും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ എലിസബത്തിന് കല്യാണം കഴിഞ്ഞ സമയത്ത് അമൃതയാണ് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ ചോദിച്ചാൽ നമുക്ക് ബാല എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ക്യാരക്ടറാണ്, പുള്ളിക്കാരൻ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എലിസബത്തെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ ബാലയുടെ യഥാർത്ഥ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതും അയാൾ എന്താണ് ഏതാണെന്നുള്ളത് സമൂഹത്തിന് അറിയുന്നതും. അതുപോലെ തന്നെ പല രീതിയിലാണ് ആളുകളെ പറ്റിക്കുന്നത്, പെണ്ണുങ്ങളെ വലയിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോകിലെ കല്യാണം കഴിച്ചു ഇവർ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു ഇതുമില്ല, ഞങ്ങൾ പിണങ്ങാറില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് കത്തിവെക്കുന്നത് കണ്ടു. അതിലെത്രമാത്രം ഇതുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും മലയാള മനോരമയിൽ ബാലയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് പുള്ളിക്കാരൻ ഒരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രായമായ സ്ത്രീകളെ വീട്ടിൽ, ഇങ്ങനെയാണ് പോസ്റ്റർ. പ്രായമായ സ്ത്രീകളെ മുറിയിൽ വിളിച്ചു കയറ്റും, ചോദിച്ചാൽ അമ്മയെ പോലെയെന്ന് പറയും ബാലയ്ക്കെതിരെ മുൻ ഭാര്യ എലിസബത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിരിക്കും. എലിസബത്ത് കുറേ മൗനമായിട്ട് ഇരുന്നിട്ട് പിന്നീടാണ് അതിനെതിരെ പ്രതികരിക്കാനൊക്കെ തുടങ്ങിയത്. കൂടുതലായിട്ടൊന്നും പുള്ളിക്കാരി പ്രതികരിക്കുന്നുണ്ടായതിൽ എപ്പോഴും മൗനമായിരുന്നു. പിന്നെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരി കൂടുതലായിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും പ്രതികരിക്കുന്നതും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലൊക്കെ വലിയ ഇതായിട്ട് കത്തിവെക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്ന ആ ഒരു ഇതും ഞങ്ങൾ തമ്മിൽ പിണങ്ങാറില്ല, അങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നത് ായിട്ടുള്ളൊരു ഇത് കണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഇത് കണ്ടിട്ട് വരട്ടോ. ഫാമിലിയോട് ഇരുന്ന് ഇതുപോലെ ആഘോഷിക്കുക. ആദ്യം എനിക്ക് എനിക്ക് താൻ പറഞ്ഞതില് കാരണം എന്താണെന്നറിയോ, ഇത് എടുത്ത് ഇങ്ങനെ ആക്കി ഫസ്റ്റ് നിനക്ക് കൊടുക്കാൻ വേണ്ടി ഗുണ്ടാവ് 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 അപ്പി ഓണം. എനിക്കല്ല. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി വേണം. നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചെന്ന് കഴിഞ്ഞു. ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കണ്ടില്ല, ആ ഒരു ഓണത്തിനുള്ള ഒരു വീഡിയോ ആണ്. ഓണത്തിന് എലിസബത്ത് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുന്ന ആ ഒരു സീനാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്താ പറയുക, ഒരു സ്ത്രീയോട് കാണിക്കുന്ന ആ ഒരു ഇത് കണ്ടില്ല. എന്നിട്ടും ആ വാവ ഒളിച്ചിരിക്കുന്നതും അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താ പറയുക, ഇപ്പോൾ അമൃതയുടെ കാര്യം എടുത്തു നോക്കുമ്പോഴും കേരളത്തിലെ എന്താ പറയുക 2 പെണ്ണുങ്ങളുടെ ജീവനാണ് ഇയാൾ കാരണം ഇല്ലാതായി പോയത്. ഡോക്ടർ എലിസബത്ത് അതുപോലെ അമൃതയും ജീവനും കൊണ്ട് ഓടിയെന്ന് തന്നെ പറയാം. അമൃത രക്ഷപ്പെട്ടതാണ്
എടുത്തതാണ് ഇവൻ്റെ കയ്യിൽ നിന്ന്. അമൃത അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമൃതൻ്റെ തോന്നിയ പോലെ നടക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പലരും പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാനും അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഇവിടെ വീണ്ടും കല്യാണം കഴിച്ച് ഇങ്ങനെ ഇയാൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എലിസബത്ത് എന്നൊരു വ്യക്തി എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ഡോക്ടറാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പഞ്ചപാവം, ഇത്രയും പഠിച്ച ഒരാൾക്ക് എങ്ങനെ ഇത്രയും പഞ്ചപാവം ആകാൻ കഴിയുന്നതെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. അത്രയും പാവമായിട്ടുള്ളൊരു സ്ത്രീയാണ്. എന്താ പറയുക, ഭയങ്കര ഒരു വിനയത്തോടു കൂടിയുള്ള ആ ഒരു പെരുമാറ്റം. ആ ചോറ് കൊടുക്കുന്ന ഒരു സീൻ നോക്കും, ഒരു പെണ്ണിനെ അവഹേളിക്കുന്ന ആ ഒരു ഇതിൽ. ഇപ്പോൾ ഇവൾക്ക് കോകിലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സീനില്ല, എൻ്റെ എല്ലാമാണ്, എൻ്റെ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും എലിസബത്തിനെ സ്നേഹിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. അത് എന്താ പറയുക, കടിച്ചു തൂങ്ങി ഇവൻ ഹോസ്പിറ്റലായിരുന്ന സമയത്തും എത്രമാത്രം എന്താണ് അവൾ നോക്കിയിട്ടുണ്ട്. എലിസബത്ത് എങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ ഈ പുള്ളിക്കാരനെ നോക്കിയതാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു നന്ദി പോലും ഇല്ലാതെ, അതുപോലെ തന്നെ ആ കൊച്ചു വന്നിട്ട് ഇങ്ങനെ എന്താണ് എൻ്റെ അപ്പം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ചപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തിയത് ആ കൊച്ചിനെ. ഞാനും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇയാൾ ഇത്രമാത്രം വിഷമാണെന്നുള്ളത് പിന്നീടാണ് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ തമിഴ്നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ഇയാളുടെ പൊയ്മുഖം അവിടെയും അഴിഞ്ഞു വീഴണം. നിങ്ങൾ ഒരിക്കലും ഇയാളെ സപ്പോർട്ട് ചെയ്യരുത്. ഇയാളെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ஸோ சேலஞ்சஸ் நிறைய இருக்குது. பட் ஆஸ் அ கப்பிள் வி திங்க் தட் வி ஆர் பிளெஸ்ட். ஓகே ஆமாம். ஓகே. ஸோ உங்களுடைய லைஃப் எவ்வளோ மாறி இருக்குன்னு நினைக்கிறீங்க அவங்க உள்ளே வந்தக்கப்புறம்? நானே மாறிட்டேன். என்னென்ன மாற்றங்கள்? இப்போ கோவம் அவ்வளோ வர்றது கிடையாது. ஃபஸ்ட்டில் கோவம் நிறைய இருக்கும். கோவம் வரும், நியாயமான விஷயங்கள் கோவம் வரும். இப்போ அவ்வளோ வர்றது கிடையாது. ஸோ பேசிக்லி ஒரே ஒரு விஷயந்தான், நம்ம மோர் தென் ஹாப்பினஸ், ஒரு ஆம்பளைக்கு தேவை வந்து ஒரு பீஸ் இல்லையா? இல்லைன்னா வெளில ஷூட்டிங் போனாலும் சரி, ஏதாவது ஒரு கதை கேட்குறதுக்காக ஒரு மீட்டிங் போனாலும் சரி, எப்படா வீட்டுக்கு வரணும்னு தோணும். அதே ரிவர்ஸில் இருந்ததுன்னு வச்சுக்கோங்களேன், இப்போ ஒரு ஷூட்டிங் போய் முடிச்சு நம்ம வந்து ஃப்ரெண்ட்ஸ் கூட போயிட்டு ட்ரிங்க்ஸ் சாப்பிட்லாம், அங்கே போய் டைம் ஸ்பெண்ட் பண்ணலாம் அப்படின்னு சிந்திக்கிறம்போது ஆட்டோமேட்டிக்லி ரிலாக்ஸேஷன் வேறு எங்கேயும் இருக்குது. அந்த மாதிரி தாட் ப்ராசஸே இப்போ வர்றது கிடையாது. எப்போ வீட்டுக்கு போகணும், எப்போ மனைவி கையில் சாப்பிடணும், எங்கே போனாலும் பட்டுன்னு வந்துடுவார் மாமா. இப்போ வந்துடுவேன். இல்லை, மோஸ்ட் ஆஃப் த டைம்ஸ் நாங்கள் வி ட்ராவல் டுகெதர் ஒன்லி. ஷூட் எது இருந்தாலும் வி ட்ராவல் டுகெதர் ஒன்லி. ஓகே. பட் இப்போ ஷாப்பிங் கூட எனக்காக மாமா வராரு. தனியாக நான் போனால் கஷ்டமாக இருக்கணும், ஷாப்பிங் கூட இப்போ வராரு. அதுக்கு காரணம் வேற. ஓகே. முன்னாடி கொஞ்சம் ஈஸியாக இருந்தது, கல்யாணத்துக்கு அப்புறம் அவங்க பெரிய செலிப்ரிட்டி ஆகிட்டாங்க. ஒரு இன்சிடென்ட் சொல்கிறேன். நான் சின்ன வயசுலேருந்து பார்த்தது என் மாமா பொண்ணு. அப்படி தானே எனக்கு இவ செலிப்ரிட்டியான விஷயம். ஏன்னா யூ ஷுட் ஹவ் வாட்ச்டு பாலா கோகிலா யூடியூப் சேனல். அவளுக்கு குக்கிங்னா ரொம்ப பிடிக்கும். அதுக்காக ஒரு கிச்சனே பண்ணி கொடுத்துட்டேன், செப்பரேட் கிச்சனு. யூ ஷுட் ஹவ் சீன் த ஹோம் டூர். എലിസബത്തിന് ഇരുത്തിയിട്ടും വലിയ ഡയലോഗ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും പോയിട്ട് അവരെ പറ്റിക്കാൻ എന്തൊക്കെയൊക്കെയോ പുള്ളിക്കാരൻ വിളിച്ചു കൂവുന്നുണ്ട്. ഇത് എത്ര നാളുണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിലെ കമൻറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്തിനാണ് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അമൃതയാണ് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്നാലും നിലനിന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ചോദിച്ചാൽ 1, 2, 3 കണക്ക് പ്രകാരം 4ാമത്തെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് ഇത് എന്തോ എത്ര ഭയങ്കര പ്രായം കുറവാണെന്നൊക്കെ പറയുന്നത് ഈ കോകിലയെ കുറിച്ചിട്ട്. അപ്പോൾ ഇതെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ബാലയ്ക്ക് നല്ലത്. അല്ലാതെ കെട്ടിക്കളിച്ചിട്ട് മറ്റുള്ളവർ ഇനിയിപ്പോൾ ആ തമിഴ്നാട്ടിലും കൂടി ഉള്ള വിലയും കൂടി പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. കേരളത്തിലൊരു സ്ഥാനം ഇയാൾക്ക് ഉണ്ടായിരുന്നു, ബാലയ്ക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞു മുളിച്ച് എലിസബത്തിനെ ഉപേക്ഷിച്ചതോടുകൂടി അതെല്ലാം കളഞ്ഞു മുളിച്ച് ഇപ്പോൾ നേരെ എന്താണ് തമിഴ്നാട്ടിലോട്ട് പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലെങ്കിലും നന്നായിട്ട് ഇരുന്നാൽ പുള്ളിക്കാരൻ നല്ലത്. എന്തായാലും ഇൻ്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. வாழ்க்கை வாழ்றோம். எங்களுக்கு வந்து இந்த நெகட்டிவ் எனர்ஜி பிடிக்காது, ரொம்ப பாசிட்டிவாக போகிறோம். இன்ஃபேக்ட் டே பிஃபோர் எஸ்டர்டே கூட அவங்க வீட்டுக்கு போகும்போது ஐ வாஸ்
சர்ப்ரைஸ்னு சொல்ல முடியாது. அந்த அன்புங்கிறது இவங்க அம்மா வந்து திருப்பதியில் போய் மொட்டை அடிச்சுக்கிட்டாங்க. வேண்டுதல் வேண்டி வச்சு மொட்டை அடிச்சுக்கிட்டாங்க. மாமாக்காகவும் எனக்காகவும் 94 இயர்ஸ் ஓல்டு இவங்க கிராண்ட் மதருக்கு. ஓகே. அவங்க எனக்காக இந்த மோதிரம் வந்து எனக்கு ஒரு செகண்ட். ஓகே. ஆமாம்மா, ரைட். ஸோ எவ்ரிபடி இஸ் வெரி சப்போர்ட்டிவ். நல்லது இருந்தால் கெட்டது இருக்கும், தெய்வம் இருந்தால் சாத்தானும் இருக்கும். நீங்க சொல்லுங்க, ஐ திங்க் கல்யாணத்துக்கு முன்னாடி ஆஸ் அன் இண்டிவிஜுவலாக நீங்கள் வந்து அஃப்கோர்ஸ் ரெஸ்பான்சிபிளாக இருந்திருப்பீங்க. நிறைய விஷயங்கள் ஆஸ் அ பர்சனாக உங்களுக்கு ஒரு விதமான குவாலிட்டிஸ் இருந்திருக்கும். பட் கல்யாணத்துக்கு அப்புறம் ஒரு அடாப்டேஷன் ஒரு விஷயம் வரும்போது ரெஸ்பான்சிபிலிட்டிஸ் இன்னும் அதிகமாகும். நிறைய நேரங்களில் சில சாக்ரிஃபைசஸ் பண்ண வேண்டியது இருக்கும், சில அட்ஜஸ்ட்மெண்ட்ஸ் பண்ண வேண்டியது இருக்கும். ஸோ நீங்கள் எந்த மாதிரி விஷயங்கள்லாம் இப்போ மாற்றிருக்கீங்க உங்களுடைய மாமாக்காக? எனக்கு மாமா கிட்ட இருக்கும்போது எனக்கு ஒண்ணுமே தெரியாது, அந்த மாதிரி வச்சுக்கோங்க. அதாவது கல்யாணத்துக்கு முன்னாடி அப்புறம் மாமா கிட்ட வந்த அப்புறம் ஸோ ஒன்றா நானாகவே கற்றுப்பேன். இல்லை என்கிட்ட மிஸ்டேக் இருந்தால் மாமா சொல்லுவார் இப்படி பண்ணணும். எதுக்கு கோவப்பட மாட்டார், பட் இந்த மாதிரி சொல்லுவார், இது மாற்றிக்கும் சொல்லுவோம். நெக்ஸ்ட் டைம் அதை அப்படியே படித்து கற்றுக்கிட்டு. இல்லைங்க, இது சொன்னால் கண்ணு பட்டுருமோன்னு எனக்கு கொஞ்சம் பயமாக இருக்குது. അതെ ഭയങ്കര കണ്ണുപെടലാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൽ കണ്ണുപെട്ടിട്ട് ഇനി ഇതും പോവോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരം. കണ്ണുപെടേണ്ട ഒരു ഇതും അല്ലേ, എന്താ പറയുക. അപ്പോൾ നേരത്തെ 2 ഇതിലും കണ്ണുപെട്ടിട്ടാണോ പോയത്? അല്ലാതെ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല 2 ജീവിതം ഇല്ലാതായത്, അല്ലാതെ ആളുകളുടെ കണ്ണുകൊണ്ടാണ് ഈ ജീവിതം ഇല്ലാതായത്. എന്തൊക്കെ തള്ളാല്ലേ പറയുന്നത്. ഇതേപോലെയായിരുന്നു എലിസബത്തിനെ കൊണ്ടിരുത്തിയിട്ടും പറയുന്ന വാക്കുകൾ, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ആയിരുന്നു. എന്തിനാ വെറുതെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് ഓരോ പെണ്ണുങ്ങളെയും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എന്താണ് വേഷം കെട്ടിപ്പിക്കുന്നത് അല്ലേ. വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഈ ഒരു പേക്കൂത്തുകളൊക്കെ കാണുമ്പോൾ ശരിക്കും ലജ്ജയാണ് തോന്നുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. എന്താണ് ഇതിലെങ്കിലും കെട്ടി ഒതുക്കി ഇരുന്നാൽ ഇയാൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇയാൾക്ക് തന്നെ പോകാനുള്ളൂ. കോകില എന്ന് പറയുന്ന ഒരു വ്യക്തി പക്ഷേ 3, 4 ആയാലും അതുകൊണ്ട് പിന്നെ ഒതുങ്ങിയിരിക്കുമായിരിക്കും. ഇതിലിപ്പോൾ കോകില ഗർഭിണിയാണെന്നൊക്കെയാണ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്രമാത്രം ഇതുണ്ടെന്നാണ് എന്താണ് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എലിസബത്തുമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എലിസബത്തിന് ഇവള് എന്താണ് വീട്ടിൽ വരാറുണ്ട്, ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെയാണ് എലിസബത്ത് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരിയും കുറേ കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം മിണ്ടാതിരുന്നിട്ട് പിന്നീട് സഹി കെട്ടപ്പോഴാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും പുറത്ത് പറയാൻ തുടങ്ങിയത്. അതെന്തായാലും നല്ല കാര്യമായി. നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞതാണെങ്കിൽ എലിസബത്തിന് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ എലിസബത്ത് അതെല്ലാം മൂടി വെച്ച് എന്താണ് ബാലയെ രക്ഷിക്കാൻ നോക്കി, ബാലയെ ഒപ്പം നിർത്തി. പക്ഷേ എലിസബത്തിന് 8ൻ്റെ പണിയാണ് ബാലയിൽ നിന്ന് കിട്ടിയത്. എന്തായാലും എലിസബത്തിന് നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തായാലും ഇങ്ങനൊരു കാബാലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് തന്നെ നമുക്ക് എലിസബത്ത് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കമൻസുകളാണ് കേട്ടോ. എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻസുകളും കാര്യങ്ങളാണ് എലിസബത്തിനെയും അമൃതനെയും. എന്തായാലും എലിസബത്തിൻ്റെ സത്യാവസ്ഥ എന്തായാലും കേരളക്കരയ്ക്ക് മനസ്സിലായി. ഇനി എന്തായാലും തമിഴ്നാട്ടിലുള്ളവർക്കും അത് മനസ്സിലാവണം. അത് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ ഇയാൾ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും ആളുകൾ ഈ നമ്മുടെ മലയാളികളുടെ ഇൻ്റർവ്യൂകളും കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ കണ്ടിട്ട് അവർക്കും മനസ്സിലാകണം ഇയാൾ എങ്ങനത്തുള്ളൊരു മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താണ് ബാലയുടെ അത് കണ്ടപ്പോൾ എനിക്കത് അതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.